യുവവാണി. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സസ്യജന്യ പാഴ്വസ്തുക്കളും തേനീച്ച അരക്കും ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കുസാറ്റ് ഗവേഷകരുമായുള്ള അഭിമുഖം കഴിഞ്ഞ യുവവാണിയിൽ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന്. പങ്കെടുക്കുന്നത് കുസാറ്റിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ജിനു ജേക്കബ് ജോർജ്, ഗവേഷകരായ അജിത് മാത്യു വട്ടോത്തുകുന്നേൽ, ഐശ്വര്യ പൗലോസ് എന്നിവർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എത്ര കാലം എടുത്തു ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ? 6-7 മാസം എടുത്തു. 6-7 മാസം മൊത്തം എടുത്തു. 6-7 മാസത്തിനുള്ളിൽ ഞങ്ങള് ഇങ്ങനൊരു സാധനം പറ്റുമെന്ന് ചെയ്തു. പിന്നെ ഈ ഡ്രഗ് അഡ്സോർപ്ഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് അധികം സമയം വേണ്ടി വന്നു. അതായത് ഇപ്പം വാട്ടർ ബോഡീസിലാണെങ്കിലും ഒരു ചെറിയ ഗുളിക ചെന്ന് കഴിഞ്ഞാൽ വളരെ ppm എമൗണ്ടിലേ അത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് മില്ലിഗ്രാമെന്നോ ഗ്രാമെന്നോ അത് പറയാൻ പറ്റില്ല. അത്രയും ചെറിയ എമൗണ്ടിലാണ് ഒരു ഡ്രഗിൽ നിന്ന് ചെല്ലുള്ളൂ. പക്ഷെ അതുപോലത്തെ കുറെ ഡ്രഗുകൾ വരുമ്പോൾ അത് എപ്പോഴും ആ വാട്ടർ ബോഡിയിൽ തന്നെ കിടക്കും. അതൊരിക്കലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത്രയും ചെറിയ എമൗണ്ട് എടുത്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി കിട്ടില്ലായിരുന്നു. അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് സെയിം തന്നെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ വാല്യൂ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ് എങ്കിലും നമ്മൾ ഒരെണ്ണം തന്നെ ചെയ്ത് നോക്കണമായിരുന്നു. അങ്ങനെ കുറച്ചധികം സമയം അതിനു വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു. ഈ സെല്ലുലോസിലുള്ള ഗവേഷണം നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഗവേഷണം സെല്ലുലോസിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യ തന്നെ സ്റ്റാർട്ട് ചെയ്ത് സിങ്ക് ഓക്സൈഡ്, സ്റ്റെറിക് ആസിഡ് അങ്ങനെയുള്ള പല കെമിക്കൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് പല ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഷാരി, ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്, ഷാരിയാണ് ഒരു ബീസ് വാക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആണ്, ഒരു പ്രകൃതിജന്യ മെറ്റീരിയൽ. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഈ തരത്തിൽ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. പിന്നെ ഈ ടെക്നോളജി നമ്മളിപ്പോൾ പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ തെർമൽ ഇൻഡ്യൂസ്ഡ് ഫേസ് സെപ്പറേഷൻ ടെക്നിക്സ് ഓഫ് ബിവാക്സിൽ നമ്മളിപ്പം പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസംബറിലാണ് നമുക്ക് അതിന്റെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, പേറ്റന്റിന് വേണ്ടത് ബേസിക്കലി ഞാൻ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. പേറ്റന്റിന് ഒരു കാര്യം, പേറ്റന്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് 2 കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് പേറ്റന്റ് നമുക്ക് ഗ്രാന്റ് ചെയ്യുള്ളൂ. നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പേറ്റന്റ് കിട്ടില്ല. ഒന്നെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസസ് ആയിരിക്കണം. ഇപ്പം ഞങ്ങളുടെ കേസിൽ ഇവിടുത്തെ ഈ വർക്കിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തെർമൽ ഇൻഡ്യൂസ്ഡ് ഫേസ് സെപ്പറേഷൻ, ഞങ്ങൾ പേരിട്ട് വിളിക്കുന്ന ടിപ്സ് എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് നമുക്ക് പേറ്റന്റ് ഗ്രാന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. അപ്പൊ അത് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത്? ചലഞ്ചസ് കാണുമല്ലോ, ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്താലും, എന്തൊരു കണ്ടുപിടുത്തത്തിന് പിന്നിലും. ചലഞ്ചസ് നമുക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറോജൽ ഫോമിലേക്ക് ആവാനായിട്ട് 3 ഡേയ്സ് വേണം. 3 ദിവസം എടുക്കുമായിരുന്നു. അതായത് നമ്മളിപ്പം ഈ സെല്ലുലോസ് ബയോവേസ്റ്റിന്ന് എക്സ്ട്രാക്ട് ചെയ്തു, എന്നിട്ട് അത് എയറോജൽ ഫോമിലേക്ക് ആവാൻ നമുക്ക് 3 ഡേയ്സ്. നമുക്ക് ശരിക്കും ആ 3 ഡേയ്സ് ഒരു നഷ്ടമാണ്. അതിന് ശേഷമാണ് നമ്മൾ അബ്സോർപ്ഷൻ ചെയ്യാൻ പോവുക. പിന്നെ ഈ ഇപ്പൊ എടുത്ത മെത്തേഡ് അത്രയും സിമ്പിൾ ആയതുകൊണ്ട് ഒരു ഹാഫ് ഡേ കൊണ്ട് അല്ലെങ്കിൽ ഒരു പകുതി ദിവസം കൊണ്ട് അത് ഡ്രൈ ആയി കിട്ടുമായിരുന്നു. ബിവാക്സിൽ മുക്കി പൊക്കി കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ കൊണ്ട് ഡ്രൈ ആയി കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ 3 ഡേയ്സ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മളിപ്പോ അഡ്സോർപ്ഷൻ ചെയ്ത് കഴിഞ്ഞ് എങ്ങാനും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ അത്രയും ദിവസം നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പൊ നമുക്കിപ്പം അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പിന്നെയാണ് നമുക്ക് ഒരു കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനോട് സെറ്റായി നമുക്ക് പിന്നെ എല്ലാം കറക്റ്റായി വന്നത്. അപ്പൊ അതുവരെ എനിക്ക് തോന്നുന്നു സമയം ഒരു പ്രശ്നമായിരുന്നു. ക്ഷമ പരീക്ഷിച്ചു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ടീം വർക്ക് ആയിരുന്നു ഇത്. ഡോക്ടർ ദീപുവിന്റെ നേതൃത്വത്തിൽ അജിത്തും ഐശ്വര്യയും ചേർന്ന് നടത്തിയ ഒരു ടീം വർക്കിൽ അതിനൊരു പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരാൾ നമ്മൾ കുറച്ച് ഒരു ടെൻഷനിലോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വേറൊരാൾ അത് മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ടീം വർക്കിന്റെ പ്രത്യേകതയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റു ആർക്കും വേണമെങ്കിലും അത് മറ്റ് ഗവേഷകർക്കും ഒക്കെ ഒരു മാതൃകയാവണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ടീം വർക്ക് ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ ഈ ടിപ്സ് ഓഫ് ബിവാക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ സെല്ലുലോസ് നാനോ പേപ്പറും
ബി വാക്സും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിന്തറ്റിക് പ്ലാസ്റ്റിക്കിന് പകരം ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ പാക്കേജിലൊക്കെ വരുന്ന വേസ്റ്റിനെ നമുക്ക് റീപർപ്പസ് ചെയ്യാൻ പറ്റും. അതെ, അത് ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽ വേണ്ടി ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിന് പകരം. അതാണ് അതിനകത്ത് ഈ ബി വാക്സും സെല്ലോസും മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു മെറ്റീരിയൽ കിട്ടുകയാണ്. അതെ, ആ മേഖലയിലും ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പാക്കേജിംഗ് മെറ്റീരിയൽസിൽ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് തന്നെയുണ്ട്, ബയോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള. അപ്പോൾ ആ രീതിയിലും ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു നാച്ചുറൽ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു പരിധിവരെ അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. അപ്പൊ ഈ സസ്യ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് എടുത്തത്? സസ്യ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് ടേം ആണ്, വളരെ വിശാലമായ ഒരു വാക്കാണ് സസ്യമാലിന്യം. അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്തത്? നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഐശ്വര്യയുടെ വർക്ക് നമ്മളെടുത്ത് പാളയെന്നാണ് സെല്ലോസ് എടുത്തത്. പാള നമ്മളിപ്പം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് മെറ്റീരിയൽ ആണല്ലോ. അതേപോലെ എന്റെ 2 വർക്കിൽ എടുത്തേക്കുന്നത് ഒരെണ്ണം ഇത്തിൽക്കണ്ണിയാണ്, ഒരെണ്ണം എടുത്തേക്കുന്നത് നമ്മുടെ മുരുത്തോൺ എന്ന് പറയും. അത് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ കയറുണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വള്ളി പോലത്തെ സാധനം, മുരുത്തോൻ എന്നാ പറയുന്നത്. അതിനെ ചുമ്മാ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്. അപ്പൊ അത് നമ്മളിങ്ങനെ ചെത്തിയെടുത്ത നല്ല നാര് പോലെ സാധനം കിട്ടും. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ സെല്ലോസ് എക്സ്ട്രാക്ട് എടുത്തത്. അപ്പൊ ഇതുപോലത്തെ പ്ലാന്റ് വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മരത്തിൽ നമ്മൾ കൂടുതൽ എടുക്കാത്തതിന്റെ കാരണം അതിന്റെ സെല്ലോസ് കണ്ടന്റ് ഭയങ്കര കുറവാണ്, ലിഗ്നിൻ ആയിരിക്കും കുറച്ചുകൂടെ കൂടുതലുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ മില്ലിൽ നിന്നൊന്നും ഇങ്ങനത്തെ ബയോമാസ് എടുക്കാൻ പറ്റാത്തത്. പക്ഷേ ഇങ്ങനത്തെ നോൺ വുഡ് പ്ലാന്റിനൊക്കെ ഇഷ്ടംപോലെ സെല്ലോസ് കണ്ടന്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു. പൈനാപ്പിൾ ലീഫിലാണ് ഏറ്റവും കൂടുതൽ സെല്ലോസ് ഉള്ളത്. അപ്പൊ ഈ പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതും വേസ്റ്റ് മെറ്റീരിയലാണ്. അതായത് നമ്മളിപ്പം ഫ്രൂട്ട്സിന്റെ ഇപ്പം ഓറഞ്ചിന്റെ തൊലി അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷമുള്ള തൊലി, അങ്ങനത്തെ എല്ലാത്തിനും സെല്ലുലോസ് കണ്ടന്റ് ഉണ്ട്. നമ്മൾ റിസർച്ചിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നാണോ കിട്ടുക അതാണ് ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഇത്തിൽക്കണ്ണി ആണെങ്കിലും അതുപോലെ അടയ്ക്കാമരത്തിന്റെ പാള അങ്ങനെയൊക്കെ വന്നത്. പിന്നെ നമ്മൾ ലക്ഷ്യം വെച്ചത് എങ്ങനെയെങ്കിലും ആവശ്യമില്ലാതെ പോകുന്ന സാധനങ്ങളെ ഫോക്കസ് ചെയ്യുക എന്നായിരുന്നു. ഇപ്പം അടയ്ക്കാമരത്തിന്റെ പാള, ഇത്തിൽക്കണ്ണി ഒന്നും ഒരിക്കലും നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റണതായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് സെല്ലുലോസ് ആക്കാമെന്ന്. പാളയാണ് ഏറ്റവും അഡ്വാൻസ്, കാരണം നമുക്ക് ആ സെല്ലോസിന്റെ എക്സ്ട്രാക്ഷൻ ഭയങ്കര ഈസി ആയിരുന്നു. ഈ ആൽക്കലി ട്രീറ്റ്മെന്റ്, ബ്ലീച്ചിങ്, അങ്ങനെ 3 സ്റ്റേജിലാണ് നമുക്ക് ഈ സെല്ലോസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം ബ്ലീച്ചിങ്ങിന് എമൗണ്ട് കുറച്ച് മതി, ആൽക്കലി ട്രീറ്റ്മെന്റ് കുറച്ച് മതി, സ്റ്റീം എക്സ്പ്ലോഷൻ കുറച്ച് മതി. അപ്പൊ അതൊക്കെ പാളയായിരുന്നു ഏറ്റവും കൂടുതൽ അഡ്വാൻസ്, ഈസി ആയിട്ട് നമുക്ക് കിട്ടും സെല്ലോസ്. പാളയാണെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് ഏറ്റവും പ്രോസസ് ചെയ്യാൻ സെല്ലോസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ട് വന്നത്. വളരെ സ്ട്രക്ചേർഡ് ആണ്. അതെ, അധികം നമുക്ക് മുറിക്കണ്ട, അധികം കട്ടിയൊന്നുമില്ല. അപ്പൊ പിന്നെ ആ പ്രോസസ്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും സെല്ലോസ് ബൾക്കായിട്ട് ഒരു പാളയുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് ഇനി? സെല്ലുലോസിന്റെ ഈ നാനോ സെല്ലുലോസിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അത് ആയി വരുന്നേ ഉള്ളൂ. എബ്രോഡ് ഉണ്ട്, ചില ചുരുക്കം വികസിത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ അതിന് കുറച്ച് അത്ര ഈസി അല്ല. അപ്പം അതാണ് ഏറ്റവും ഫസ്റ്റ് ചലഞ്ച് എന്ന് തോന്നുന്നു. അപ്പം അത് സാധ്യമായാൽ അധികം കോസ്റ്റ് ഇല്ലാതെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് നാനോ സെല്ലുലോസ് സാധ്യമായാൽ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ തേനീച്ച വളർത്തുന്ന ആൾക്കാർക്ക് ഇതൊരു നേട്ടമാണ്. കാരണം അവർ ഹണി ബി ഇൻഡസ്ട്രി ഇഷ്ടം പോലെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും. കാരണം അതിന്റെ വേസ്റ്റ് ആണല്ലോ ഇതും. അപ്പൊ അതും ആ ഒരു മേഖലയിലും വളരെ ഒരു ഉയർന്ന നേട്ടം വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഒരു സസ്റ്റൈനബിൾ മോഡലാണത്. ഒരു സുസ്ഥിര വികസനം നമുക്ക് ഉറപ്പാക്കാം ശരിക്കും പറഞ്ഞു. സെല്ലുലോസിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, സസ്റ്റൈനബിൾ മെറ്റീരിയൽ എന്നാണ് നമുക്ക് അതിനെ പറയാം. കാരണം ഒരിക്കലും അത് തീർന്നു പോവില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഈ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറായിരുന്നു. സെല്ലുലോസിൽ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു തുടങ്ങിയത് സാറായിരുന്നു, ജിനു സാറായിരുന്നു ഞങ്ങൾ 2 പേരെയും അതിനകത്തേക്ക് കൊണ്ടുവന്നത്. പിന്നെയാണ് ദീപു ചേട്ടൻ വന്നതും നമുക്ക് കുറച്ചും കൂടെ അതിലെന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയതും. അപ്പം ശരിക്കും ഒരു അങ്ങോട്ട് സസ്റ്റൈനബിൾ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ മെറ്റീരിയൽ സെല്ലുലോസ് ആണ്. സോ ആ മെറ്റീരിയൽ ഇനിയും ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്താനുണ്ട്, കുറച്ചധികം ഗവേഷണങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ആദ്യമേ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോമ്പോസിറ്റ് ആയിട്ടായിരുന്നു. മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇപ്പം റബ്ബറിന് കൂട്ടണമെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ മെറ്റീരിയൽ തന്നെ എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി കൂടാ എന്നൊരു ചിന്ത ദീപിച്ചേട്ടൻ കൊണ്ടുവന്നത്. കാരണം ആദ്യമേ ഞാൻ റബ്ബർ കോമ്പോസിറ്റും ഐശ്വര്യ PLA കോമ്പോസിറ്റും ആയിരുന്നു, പ്ലാസ്റ്റിക്കുകൾ മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് അതിലധികം ചെയ്താലും ഒരു സസ്റ്റൈനബിൾ എന്ന് പറയാനില്ലല്ലോ. പെട്രോളിയം വേസ്റ്റ് എന്ത് ചെയ്താലും പിന്നെ അത് വീണ്ടും ഭൂമിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വരണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പോഴാണ് ഈ സെല്ലോസ് തന്നെ എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി എടുത്തുകൂടാ, അതന്നെ ഒരു മെട്രിക്സ് ആക്കി എടുത്തുകൂടാ. അങ്ങനെയാണ് ഈ നാനോ പേപ്പറിന്റെ ഐഡിയയും എയറോജലിന്റെ ഐഡിയയും നമുക്ക് വരുന്നത് ദീപചാരം വഴി. ശരി. പിന്നെ ഈ സസ്യമാലിന്യങ്ങൾ എന്ന് പറഞ്ഞു, തേനീച്ച അരക്കെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇത് ബയോളജിയാണോ ജീവശാസ്ത്രമാണോ എന്നൊക്കെയാണ്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും,
നമ്മുടെ ഒരു പോളിമർ സയൻസിൽ ഈ സസ്യമാലിന്യങ്ങളും ഇതേപോലുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന്? എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പോളിമർ എന്ന് പറയുമ്പോൾ സിന്തറ്റിക് നമ്മുടെ ഹ്യൂമൻ ബോഡി ഇഷ്ടം പോലെ പോളിമർ ഇല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സെല്ലുലോസ് ആണ് പ്രകൃതിയിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള പോളിമർ. അതുപോലെ ശരീരത്തിനുള്ളിൽ തന്നെ ധാരാളം അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ഇതെല്ലാം പോളിമറാണ്. DNA പോളിമറാണ്. അതെ അതെ അതെ. പ്ലാസ്റ്റിക് നമുക്ക് മിനിമൈസ് ചെയ്യാം, സിന്തറ്റിക് പ്ലാസ്റ്റിക് നമുക്ക്. പക്ഷേ പോളിമർ എന്നുള്ള വാക്ക് ബ്രോഡ് മീനിങ് ആണ്. അപ്പം പോളിമർ, പ്രകൃതിജന്യമായ പോളിമറുകൾ ധാരാളമുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അത് ഇന്നത്തെ ഒരു ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗവേഷകർ അതിൽ കോൺസെൻട്രേറ്റ് ധാരാളം ചെയ്യുന്നുണ്ട്. അതിൽ ഈ പോളിമർ ടെക്നോളജി, അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. നിങ്ങൾ പോളിമർ സയൻസ് പഠിച്ചവരാണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരാണ്. അതിന്റെ ഒരു കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മുടെ? തീർച്ചയായിട്ടും പോളിമർ ടെക്നോളജി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ അധികം ആർക്കും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് കൂടുതൽ ആകർഷിതമായി മാറുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1971 ആരംഭിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ അതേ പ്രായം തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി. അപ്പം ഇതിൽ പോളിമറിൽ ധാരാളം സാധ്യതകളുണ്ട്. പോളിമറിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഗവേഷണത്തിന് ധാരാളം സാധ്യതകളുള്ള ഒരു മേഖലയാണ് പോളിമർ. ഇപ്പം ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ പഠിച്ചവരായാലും ഈവൻ ഇൻസ്ട്രുമെന്റേഷൻ, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, മറ്റ് മേഖലകളിൽ പഠിച്ചവർ പോലും ഗവേഷണത്തിലേക്ക് വരുമ്പം ധാരാളം പോളിമർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് ധാരാളം സാധ്യതകളുണ്ട്. അതുപോലെ ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ഗവേഷണത്തിന് എപ്പോഴും ഒരു സൈഡിൽ മിക്കവാറും പോളിമറിന് സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സെല്ലുലോസ് എന്ന് പറയുമ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ധാരാളം ആപ്ലിക്കേഷൻ സ്കോപ്പ് ഉണ്ട് ഈ സെല്ലുലോസിന്. പലതരത്തില് ബയോടെക്നോളജി, നേരത്തെ പറഞ്ഞ പോലെ എയറോസ്പേസ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇതിന് വാട്ടർ പ്യൂരിഫിക്കേഷൻ, അങ്ങനെ സ്കോപ്പ് ഉണ്ട്. ഏത് സാങ്കേതിക വിദ്യയിലും പോളിമറിന് ഒരു സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും. അപ്പം പക്ഷേ അതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കും. അപ്പം ഈ ഒരു രണ്ട് മേഖലകളിലുള്ളവരുടെ ബ്രെയിൻ സ്റ്റോമിങ്, ഒരുമിച്ചുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ ഒരു ശ്രമം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീം വർക്ക് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ, അങ്ങനെ കൂടുതൽ നല്ല മികച്ച ഫലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ധാരാളം പേര് പോളിമറിനെ കുറിച്ച് അറിഞ്ഞും കൂടുതൽ പേര് നല്ല കുട്ടികൾ കൂടുതൽ പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ 2 കോഴ്സുകളാണ്, BTech ഇൻ പോളിമർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് MTech ഇൻ പോളിമർ ടെക്നോളജി. അപ്പം ഈ 2 കോഴ്സുകൾക്കും ഇപ്പം ധാരാളം കുട്ടികൾ കൂടുതലായിട്ട് വന്ന് ചേരുന്നുണ്ട്. അതിന് ആരും തന്നെ ഇത് പഠിച്ചിട്ട് വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നല്ല നല്ല മേഖലകളിലേക്കും നല്ല നല്ല ഹയർ സ്റ്റഡീസിനും അല്ലെങ്കിൽ നല്ല നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരു നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ സബ്ജക്റ്റ് ആണ്. ടയർ കമ്പനി, പെയിന്റ് കമ്പനി, അതെ അതെ അതെ, ധാരാളം. നമുക്കറിയില്ല പോളിമർ എന്ന് പറയുമ്പം അതിൽ പ്ലാസ്റ്റിക്, റബ്ബർ മാത്രമല്ല, ഫൈബർ, പെയിന്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അഡ്ഹസീവ്സ് എന്ന് പറയുമ്പോൾ പശ നമ്മൾ മലയാളത്തിൽ പറയുന്നു, ഇതെല്ലാം പോളിമറുകളാണ്. അപ്പൊ തന്നെ അറിയാം അതിന്റെ സാധ്യത എവിടം വരെ പോകുന്നു എന്നുള്ളത്. അപ്പൊ ധാരാളം കുട്ടികൾ പെയിന്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഗവേഷണത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് പോളിമർ സയൻസും പോളിമർ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശുദ്ധജലം പരിമിതമായ സ്ഥലങ്ങളിൽ ഈ ഒരു ടെക്നോളജി നമുക്ക് എത്രമാത്രം ഉപകാരപ്രദമാകും? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അല്ല, നമ്മളിപ്പം ഈ ടെക്നോളജി പരമായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ സെല്ലോസിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരാത്തടത്തോളം കാലം ഇതൊരു ഭാരമായിട്ട് തന്നെ നിൽക്കും. പക്ഷെ എന്ന് സെല്ലോസിന്റെ പ്രൊഡക്ഷൻ കാര്യമായിട്ട് ഇന്ത്യയിൽ വരുന്നു, അന്ന് ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റായിട്ട് ഇറക്കാൻ പറ്റും. അപ്പോഴാണ് ഇതിനൊരു ഇപ്പം സാധാരണ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടിവെള്ള ക്ഷാമമുള്ള ആൾക്കാർക്കും ഇതൊരു അവരുടെ ലാഭകരമായിട്ട് ഈ ഒരു വസ്തു മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ധാരാളം വർക്ക് മുമ്പോട്ട് നടക്കാനുണ്ട്. ഇതിപ്പോ ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ്. പല ചലഞ്ചസ് ഉണ്ട് മുമ്പിൽ. നേരത്തെ പറഞ്ഞ പോലെ നാനോ സെല്ലോസിന്റെ ഒരു മാസ് പ്രൊഡക്ഷൻ അതുണ്ട്. അതോടൊപ്പം ബാക്കി നേരത്തെ പറഞ്ഞു ഇതിനെ ഒരു പ്രോഡക്റ്റ് ലെവലിലേക്ക് ആക്കാനുള്ള ഒരു 3D പ്രിന്റിങ്ങോ അതുപോലുള്ള സാങ്കേതികത ഉപയോഗിച്ച് അതിൽ എത്തിച്ചേരാനുള്ള ഒരു ചലഞ്ചസ്, അങ്ങനെ മറ്റേ ധാരാളം വെല്ലുവിളികൾ മുമ്പിലുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പല ഗവേഷണങ്ങളിലൂടെയാണ് നമുക്കറിയാം ഓരോ പ്രോഡക്ട്സും അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ മുമ്പോട്ട് വരുന്നത്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം നിയർ ഫ്യൂച്ചർ അതെങ്ങനെ എത്തുമെന്ന്. ഇപ്പോ സസ്യജന്യ പാഴ്വസ്തുക്കളും ബീസ് വാക്സ് ഒക്കെ ചെലവ് കുറഞ്ഞതായിരിക്കും. പക്ഷെ മറ്റ് ചെലവുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ പറഞ്ഞ ഒരു എയറോജെല്ലാക്കി മാറ്റാനുള്ള ഇത് മാത്രമല്ല, അല്ലാതെ ഇത് ഒരു വലിയ ലെവലിലായാൽ ഒരുപാട് സാമ്പത്തികമായി താങ്ങാവുന്നതാകുമോ ഈ ഒരു കണ്ടുപിടുത്തം? അല്ല, നമുക്കിപ്പോൾ നോർമലി ഒരു ഫിൽറ്ററിന്റെ റീപ്ലേസ്മെന്റ് അല്ലേ നമുക്ക് ഇതുകൊണ്ട് പറ്റുള്ളൂ. ബാക്കി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുമോ? കാരണം ബാക്കിയെല്ലാം ഓൾറെഡി ഇംപ്ലാന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയല്ലേ.
ആ ഒരു ഇൻസ്ട്രുമെന്റിലെ ഒരു കോസ്റ്റ് ആണ് ശരിക്കും ഇതിലധികം കോസ്റ്റ് ഉള്ളൂ. പക്ഷെ അതൊരു ലോങ് ടേം അസറ്റ് ആയിരിക്കും നമുക്ക്. ആ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മളിപ്പം ഒരു ഇൻഡസ്ട്രിയൽ ലെവലാണല്ലോ നമ്മളിത് ചെയ്യുള്ളൂ. അപ്പം ഒരു വൺ ടൈം നമ്മളത് മേടിച്ചാൽ പിന്നെ അത് ആസ് ലോങ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കോസ്റ്റേ ശരിക്കും ഞങ്ങൾ ചെയ്തതിൽ വരുന്നുള്ളൂ. പിന്നെ ഫിൽറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ആ ഒരു അതിന്റെ രീതിയിലുള്ള കോസ്റ്റും കൂടി നോക്കേണ്ടി വരും. ഇതൊരു ഫൈനൽ സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഇത് വരാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു. കാരണം ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇപ്പം ഒരു പുഴ അല്ലെങ്കിൽ ഒരു കുളം അങ്ങനെയുള്ള ഒരു വാട്ടർ ബോഡിയിൽ നമുക്ക് ശുദ്ധീകരിക്കുന്ന വേണ്ടി ഉപയോഗിക്കാനല്ല ഇത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ ശുദ്ധീകരിച്ച് എടുത്ത വെള്ളത്തിനെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ നമുക്ക് ഇതിൽ നിന്ന് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴായിട്ടോ ആ രീതിയിൽ ഒരു ഫൈനൽ പ്യൂരിഫിക്കേഷൻ മെത്തേഡായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, ഉപയോഗപ്രദമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ ഒരു ഇൻസ്ട്രുമെന്റ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ആൽക്കലി ട്രീറ്റ്മെന്റ്, ആസിഡ് ട്രീറ്റ്മെന്റ് വഴി പഴയ രൂപത്തിലാക്കി ഒന്നും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബിവാക്സിന്റെ മോഡിഫിക്കേഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെല്ലാം ആൽക്കലി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി അഡ്സോർബ് ആയിട്ടുള്ള ഡ്രഗ് ഒക്കെ പോകും. എന്നിട്ട് നമുക്ക് ആസിഡ് ട്രീറ്റ്മെന്റ് വഴി പിന്നെയും നമുക്ക് ഇതിന്റെ സർഫസിൽ പിന്നെ ഈ ഗ്രൂപ്പുകൾ കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് പിന്നെയും നമുക്ക് ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കാം. വൺ ടൈം യൂസ് ഒന്നും പറഞ്ഞ് നമുക്ക് ത്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യണ പ്ലാസ്റ്റിക് എന്തൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കളയാണല്ലോ. വൺ ടൈം യൂസ് അല്ല, നമുക്ക് റീയൂസ് ചെയ്ത് ഞങ്ങളൊരു 5 പ്രാവശ്യം മിനിമം ഞങ്ങൾ നോക്കിയിരുന്നു എത്ര പ്രാവശ്യം ചെയ്താലാണ് നമുക്ക് ഇതിന്റെ അബ്സോർപ്ഷൻ കിട്ടുക. പക്ഷെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് 5 പ്രാവശ്യവും കിട്ടി, പിന്നെയും അങ്ങോട്ട് കിട്ടും, അത്രേ ചെയ്തുള്ളൂ. അപ്പം ഒരിക്കലും അത് ലോങ് ടേം തന്നെ, ഇതിപ്പം ലോങ് ടേം യൂസിന് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ആ ഇൻസ്ട്രുമെന്റ്സ് മേടിക്കണ ഒരു കോസ്റ്റ് ഒരിക്കലും നഷ്ടമാവില്ല. ഇനി ഇപ്പോൾ ഇതേപോലുള്ള ചില സംഘടനകളുമായിട്ടും ചില സ്ഥാപനങ്ങളുമായിട്ടും ഒക്കെ സഹകരിച്ചു എന്ന് പറഞ്ഞു, അതേക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമുക്ക് ഇതിന്റെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഫ്രാൻസില് ഈവ്സ് ഗ്രൗൺസ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പിന്നെ ബ്രസീലിലെ ഡോക്ടർ ഡാനിയൽ പാസിക്വിനി എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സമയത്ത് കുറെ ചലഞ്ചസ് വരും. ചിലപ്പോൾ അതിന്റെ കെമിസ്ട്രി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജിയിലെ ഡോക്ടർ CP രഘുനാഥൻ നായർ സാർ ഉണ്ടായിരുന്നു. ഇവരാണ് ഞങ്ങൾക്ക് എല്ലാം ഇതിന്റെ കറക്ഷൻസ് എല്ലാം പറഞ്ഞു തന്നത്. നമുക്ക് ടെക്നിക്കലി എല്ലാം ചെയ്ത് റിസൾട്ട് കിട്ടുന്നേ ഉള്ളൂ. കെമിസ്ട്രി അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള എല്ലാം ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തെല്ലാം ഇവരായിരുന്നു. അപ്പൊ നമ്മുടെ പേപ്പർ കറക്ഷൻസ് ആണെങ്കിലും അവരാണ് ഇനി എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ബെറ്റർ ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നും മോഡിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്രസീലിലുള്ള ആ സ്ഥാപനത്തെ കുറിച്ചുകൂടെ അത് ബ്രസീൽ യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് യൂബർലാൻഡിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രൊഫസറാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഡാനിയൽ പാസ്ക്യൂനി. അതുപോലെ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബ്രിട്ടാനിയയിലെ പ്രൊഫസർ ഈവ് ഗ്രോഹൻസ്. ഇവർ രണ്ടുപേരും നമ്മുടെ കൊളാബറേറ്റേഴ്സ് ആണ്. അപ്പം അവരുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻപുട്സും ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ ഗവേഷണത്തിൽ. അപ്പം അതിലൂടെ നമ്മൾ കൂടുതലായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൂടുതൽ അതിനാണ് ഇപ്പം ഫ്രാൻസിലാണെങ്കിൽ നാനോ സെല്ലോസിന്റെ 3D പ്രിന്റിംഗ് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അതിലൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു പ്രോഡക്റ്റ് ലെവലിലേക്കൊക്കെ. അപ്പം അതിനെ കുറച്ച് ഡിസ്കഷനായിട്ട് സാർ ഒരു 2-3 months ഫ്രാൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഡിസ്കഷൻസ്, പിന്നെ ഇതിനെ എന്തോരം വർക്ക് ഇനി കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇതിന്റെ ബാക്കി വർക്കൊക്കെ കുറച്ചും കൂടി ഫ്രാൻസിൽ വെച്ച് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ നല്ലത് ഉണ്ട്, 3D പ്രിന്റിംഗ് ചെയ്യാം. അപ്പം അജിത്തും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഫ്രാൻസിലേക്ക് നമുക്കൊരു 6 months അല്ലെങ്കിൽ 1 year ഒക്കെ കൊളാബറേഷൻ പോലെ ചെയ്ത് കുറച്ചുകൂടി വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ജിനു സർ, അത് ഫ്രാൻസിൽ പോയി സംസാരിച്ചിരുന്ന എന്താണ് ഇനിയൊരു നമ്മുടെ യൂണിവേഴ്സിറ്റിയും സപ്പോർട്ട് ചെയ്തുള്ള റൂസാഡ് ഫണ്ടിങ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. ഇവിടെ നിന്നുള്ള സപ്പോർട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. ഇതിന് പറഞ്ഞ പോലെ അവിടെ നല്ലൊരു സൗകര്യങ്ങൾ നമുക്കറിയാം. ഫ്രാൻസിലെ പോലുള്ള രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ 3D പ്രിന്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ധാരാളം അവിടെ ഉണ്ട്. പലതരത്തിലുള്ള മെഷീൻസ്, അതുപോലെ അവർക്ക് അതിനുള്ള കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു നമുക്ക്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പുതിയ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർക്കും ഇതെല്ലാം പ്രയോജനപ്രദമാകണമല്ലോ. കുറച്ചുകൂടെ കാര്യക്ഷമമായ ഗവേഷണം നടക്കാനും അത് സഹായിക്കും. അപ്പൊ അവരും വളരെ ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര കോപ്പറേറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് മുമ്പോട്ട് നീങ്ങാന്നുള്ള ഒരു ഇതിനാണ്. അപ്പം മുമ്പോട്ട് ഈ പറഞ്ഞ പോലെ ഗവേഷകർക്ക് അങ്ങോട്ട് പോകാനും പോയി കുറച്ച് വർക്കുകളൊക്കെ ജോയിന്റ് ആയിട്ട് ചെയ്ത് നല്ല ഒരു ഫലങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ പ്രതീക്ഷ സാധ്യമാവട്ടെ. അപ്പോൾ ഇവിടെ വന്ന ഈ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച്, അതായത് സസ്യമാലിന്യങ്ങളും പിന്നെ ബീസ് വാക്സ്, തേനീച്ചാരക്കും ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാനുള്ള ഈ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച നിങ്ങൾ 4 പേർക്കും, ഇവിടെ 3 പേരാണ് ഉള്ളത്, പക്ഷെ 4 പേർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് വിവരിച്ചു തന്നതിനും നന്ദി. താങ്ക് യു.
ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സസ്യജന്യ പാഴ്വസ്തുക്കളും തേനീച്ച അരക്കും ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കുസാറ്റ് ഗവേഷകരുമായുള്ള അഭിമുഖം. പങ്കെടുത്തത് കുസാറ്റിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ജിനു ജേക്കബ് ജോർജ്, ഗവേഷകരായ അജിത് മാത്യു വട്ടോത്തുകുന്നേൽ, ഐശ്വര്യ പൗലോസ് എന്നിവർ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.